വരട്ടെ, അദ്ദേഹം മൈക്കിലേക്ക് വരട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക, ആരും മോശമായ ടെക്സ്റ്റിലൊന്നും അടിക്കരുത്. നിങ്ങൾ നേരത്തെ കാണിച്ച ആവേശം, ആ മുടി കാണാത്ത, സനത് കാണാത്ത നിങ്ങൾ കാണിച്ച ആവേശം, ഇൻഷാ അല്ലാ ഇനിയിപ്പോ ആ മുടി കണ്ട അതിന് വ്യാജ സനത് ഉണ്ടാക്കാൻ കൂട്ടുനിന്ന ആള് എന്താണ് പറയുന്നതെന്ന് നമ്മൾക്ക് കേൾക്കാം. അതെങ്കിലും നിങ്ങൾ ചെയ്യുക. ഇങ്ങനെ അങ്ങ് ആരെങ്കിലും ഛർദിച്ചത് രാമന്തളിയോ അല്ലെങ്കിൽ പിന്നെ പടുജാഹിലായ നൗഷാദ് കൂലി പ്രാസംഗിക നൗഷാദ് ഹസനെയോ ഛർദിക്കുന്നത് അങ്പാടെ അങ്ങനെ വിഴുങ്ങിയിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഛർദിക്കരുത്. ദയവ് ചെയ്ത് ചിന്തിക്കുക. KCR ലൈവിന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു, കേൾക്കുക. അസ്സലാമു അലൈക്കും. സാലി ഉസ്താദ് സുന്നല്ലേ? അതെ, അബ്ദുറഹ്മാനാണ് സൗദി അറേബ്യന്ന്. അബ്ദുറഹ്മാൻ നമ്മുടെ സുന്നി ഗ്ലോബലിലെ അഡ്മിൻ ആയിരുന്നു. ഓക്കെ ഉസ്താദ്, നമുക്കിപ്പോ ഒരു വല്ലാത്തൊരു ആശങ്കയിലിപ്പോ ഇല്ലേ? നമ്മളതൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോ ആ മുടിനെ കുറിച്ച്, പിന്നെ ഞാൻ ഏകദേശം അതിനെ കുറിച്ച് അന്വേഷിക്കുമ്പോ ആ മുടിനെ കുറിച്ച് എങ്ങനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഉസ്താദിനെ കുറിച്ച് അന്വേഷിച്ച് നോക്കി. സാലി ഉസ്താദ് വളരെ നല്ല നിഷ്കളങ്കനായ ഒരാള്. അപ്പൊ ഉസ്താദ് എല്ലാം അറിഞ്ഞിട്ടും ആ മുടിനെ ന്യായീകരിക്കുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ട? നമ്മള് അല്ല ഉസ്താദ്, പിന്നെ ഞാനത് ഏകദേശം ജാലിയാവാലിന്റെ അടുത്ത് അന്വേഷിച്ചു. ജാലിയാവാലിനെ പിന്നെ തീരെ അംഗീകരിക്കാൻ കഴിയില്ല. ഉസ്താദിന് മുമ്പ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് ഉസ്താദിന്റെ പിന്നെ സംസാരമൊക്കെ നമ്മളെ റൂമിൽ കൊടുത്തിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെ കൂടുതൽ വിവാദമായപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ, പിന്നെ നമ്മൾ ജാലിയാവാലിന്റെ അടുത്തൊക്കെ പോയി അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പിന്നെ അത് കൂടുതൽ അന്വേഷിച്ച് നോക്കുമ്പോൾ മലയമ്മ സക്കാഫി, SKSF കൂടുതൽ അറിയില്ല ഇതിനെക്കുറിച്ച്. കാരണം അവർ പറയുന്നത് മലയമ്മ സക്കാഫിയാണ് ഈ പിന്നെ സനത് ഉണ്ടാക്കിയത്. പക്ഷെ യഥാർത്ഥത്തിൽ അത് ശരിയായ ആള് പിന്നെ സാലി ഉസ്താദും അതുപോലെ തന്നെ നമ്മളെ മജീദ് മുസ്ലിയാറുമാണ്. അപ്പോ അവർ എല്ലാവരും പിന്നെ ഇപ്പൊ അതുമല്ല, ഇപ്പൊ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദോ അല്ലെങ്കിൽ പൊന്മൾ ഉസ്താദോ ഒന്നും ഇതിന് വലിയ അനുകൂലമല്ല. ആകെ ഒരു നൗഷാദ് ഹസനി ഉസ്താദാണ് ഈ സംസാരിക്കുന്നതൊക്കെ. അപ്പോ പിന്നെ സാലി ഉസ്താദിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. വളരെ നിഷ്കളങ്കലായ, വളരെ തക്കുവയുള്ള ഒരാൾ കൂടിയാണ്. പിന്നെ എന്തിനാണ് ഉസ്താദ് ഇങ്ങനെ ഒരു മൗനം പാലിക്കുന്നത് എന്നുള്ളതാണ് വിഷയം. നമ്മളിങ്ങനെ മൗനം പാലിച്ചാൽ നമ്മൾ നാളെ അള്ളാന്റെ കൂടെ പറയേണ്ടല്ലോ. ഞാനിപ്പോ എല്ലാം നിർത്തി, എനിക്ക് മതിയായി. കാരണം നമ്മൾക്ക് അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഉണ്ട്. പിന്നെന്തിനാ നമ്മളിങ്ങനെ ഒരു കള്ളത്തരത്തിന് കൂട്ടുവെക്കുന്നത്? അപ്പൊ എന്താണ് തീരുമാനിക്കേണ്ടതെന്ന് ഒന്നും തിരിയുന്നില്ല. ഒരു ഭാഗത്ത് കുറെ ജനങ്ങൾ ഫസാദാകാൻ വേണ്ടി കുറെ ജനങ്ങൾ ഇങ്ങനെ ഒന്നും തിരിയാതെ നട്ടം തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. എന്താണ് തീരുമാനിക്കേണ്ടത്? ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എന്നാൽ പിന്നെ മിണ്ടാതിരിക്കാം. അതിനൊരു ഫത്വ ഉസ്താദ് തന്നെ ഒന്ന് പറയാം, ഒന്നും മിണ്ടണ്ടെന്ന് പറയാം. എന്നാൽ നമ്മൾ മിണ്ടാതിരിക്കാം. എന്നാൽ നാളെ അള്ളാഹ് ചോദിക്കാതിരിക്കുവോ? അതിന്റെ ഉറപ്പ് വരണം. നമ്മളെല്ലാം അറിഞ്ഞിട്ട് അള്ളാഹു നാളെ ആ ഖാദിരിയ തരീഖത്ത് അത് ശരി തന്നെ ഉസ്താദ് തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ഉസ്താദ് ഇതിൽ ഉൾപ്പെട്ട ആളായത് കൊണ്ട് ഉസ്താദ് ആ സത്യം ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ ഹൈറായിരുന്നു. ഞാനിപ്പോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഏതാണ് എന്താണ് എന്നൊന്നും എനിക്കറിയില്ല. അല്ല ഉസ്താദ്, അതിന്റെ സത്യാവസ്ഥ പറഞ്ഞാൽ നമ്മൾക്കൊക്കെ ഉസ്താദിന്റെ അടുത്ത് ഉസ്താദ് അത് ഒറിജിനൽ മുടിയാണെന്ന് പറഞ്ഞു നമ്മൾ അത് വിശ്വസിച്ചോളാം, പ്രശ്നമില്ല. ഉസ്താദ് അത് ഒറിജിനൽ മുടിയാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിനപ്പുറം പോകുന്നില്ല. കാരണം ഞാൻ ഉസ്താദിനെ കുറിച്ച് അന്വേഷിച്ചു. ഉസ്താദ് വളരെ തക്കവയുള്ള നല്ലൊരു മനുഷ്യനാണ്. ഉസ്താദ് അത് ഒറിജിനൽ മുടിയാണെന്ന് ഉറപ്പ് പറഞ്ഞോ, ഞാൻ അത് ഉറപ്പിച്ചോളാം. അങ്ങനെയല്ല ഉസ്താദാണ് ആ പിന്നെ ഉസ്താദ് മജീദ് മുസ്ലിയാരും കൂടിയിട്ടാണ് അന്ന് മറ്റേ ഖാദിരിയ തരീഖത്തിന് ആ പിന്നെ സിൽസില സനതാക്കി. ഏത് ഉസ്താദ്? ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാനിതിൽ മധ്യസ്ഥം പറഞ്ഞുകൊണ്ട് പോയി വിഷയം അവസാനിക്കാൻ പോകുന്നില്ലല്ലോ. അത് പോവില്ല, അതെന്തായാലും പോവില്ല. പക്ഷെ നമ്മൾ ഓരോരുത്തർ നമ്മളുടെ ബാധ്യത തീർക്കാന്നല്ലാതെ ഇപ്പൊ നാട്ടിലിപ്പോ പല വിശ്വാസക്കാരുണ്ട്, പല വിശ്വാസമായിട്ട് അവർ മുന്നോട്ട് പോകും. നമ്മൾ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞതിനെ കൊണ്ട് ഒന്നും ആകാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കണ്ടേ? ഞാനിപ്പോ ഇനിയിപ്പോ ആര് ചോദിച്ചാലും ഞനക്കതിന് വിശ്വാസം ഇല്ലാന്നേ ഞാൻ പറയും. കാരണം ഇനി എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം അള്ളാനെ പേടിയുണ്ട്. എന്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചുകൊള്ളും. നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യാം, അത്രേ പറയാനുള്ളൂ. ഉസ്താദിന് ഒരു അല്ല എനിക്ക് വേണ്ടിട്ടെങ്കിലും ഒന്ന് പേഴ്സണലായിട്ട് ഉസ്താദ് അതിൽ ഇടപെട്ട ആളായത് കൊണ്ട് പിന്നെ ആ ഖാദിരിയ തരീഖത്തിന്റെ ആ മജീദ് ഉസ്താദും നിങ്ങളും കൂടിയിട്ടാണല്ലോ ആ സനത് ഉണ്ടാക്കിയത്. നിങ്ങളുടെ ഫോണിന്റെ പൈസ വെറുതെ ചെലവാക്കിയിട്ടാ പിന്നെ ന്യൂസിലേക്ക് വിളിക്കാൻ നല്ല പൈസ ചെലവ് വരും. അറിയാം ഉസ്താദ്, പൈസ എത്ര പോയാലും പ്രശ്നമില്ല ഉസ്താദ്. അത്ര വലിയ വിഷയമല്ല, അതിനേക്കാളും വലിയ വിഷയം റസൂലുള്ളാഹിന്റെ സംബന്ധിച്ച ഒരു വിഷയമല്ല. അതുകൊണ്ടാണ്
കിട്ടാൻ പോകുന്നില്ല. സുന്നി ഗ്ലോബലാണെങ്കിലും SF ആണെങ്കിലും ഏതാണെങ്കിലും ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്റെ അടുത്ത്. അല്ല ഉസ്താദ് എന്നാ ഉസ്താദ് അങ്ങനെ ഒരു സ്ഥലത്ത് ഉണ്ടാക്കാൻ ഉസ്താദ് കൂട്ട് നിന്നിട്ടില്ല എന്ന് പറഞ്ഞു, അത് പറഞ്ഞു വന്നാൽ, അല്ലെങ്കിൽ മുടിയെ ഉസ്താദ് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു, ഏതെങ്കിലും ഒന്ന് പറഞ്ഞോളൂ ഉസ്താദ്. കോടതിയിലെ ജഡ്ജിയാണോ? നിങ്ങളോട് പറയണമെന്നുണ്ടോ നിർബന്ധം? അത് ഉസ്താദ് നമ്മൾക്ക് നമ്മുടെ ആക്കിപത്ത് സൂക്ഷിക്കണ്ടേ, നമ്മൾക്ക് അതിന്റെ സത്യാവസ്ഥ അറിയണ്ടേ. ഉസ്താദ് അതിൽ ഉൾപ്പെട്ട ഒരാളായതുകൊണ്ട് ഉസ്താദിന്റെ ആക്കിപത്തല്ല, നമ്മുടെ ഉസ്താദിന്റെ ആക്കിപത്തിനെ കുറിച്ചല്ല, എന്റെ ആക്കിപത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. നമ്മൾക്ക് അതിൽ എന്താണ്, എന്ത് നിലപാടാണ് നമ്മൾ എടുക്കേണ്ടത്, അതിനെ കുറിച്ച് ഉസ്താദ് പറഞ്ഞാൽ മതി. നമ്മളത് വിശ്വസിക്കണം. മുടി നിങ്ങൾ നിങ്ങളുടെ ഹുസ്നുൽ ആക്കിപത്തിന് വേണ്ടി ശ്രമിച്ചോളൂ. ഞാൻ എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇതുവരെ ചെയ്തു വന്നത്. ഉസ്താദ് ഒരു വിഷയത്തിന്റെ ആളുകളോടല്ലേ അതിനെക്കുറിച്ച് ചോദിക്കേണ്ടത്. ഈ വിഷയത്തിൽ ഉസ്താദും ഉൾപ്പെട്ടത് കൊണ്ടാണ് ഉസ്താദിനോട് ചോദിക്കുന്നത്. ഞാൻ ഉൾപ്പെട്ടു എന്ന് ആര് പറഞ്ഞു? ഉസ്താദ് ഉൾപ്പെട്ടു എന്നുള്ളത് നമ്മൾക്ക് അതിന്റെ അല്ലാണ്ട് ഉസ്താദ് ഞാൻ മജീദ് മുസ്ലിയാറും ഉസ്താദ് ആദ്യം ഉസ്താദിനെ ഏൽപ്പിച്ചു അതിന്റെ സനത് ഉണ്ടാക്കാൻ വേണ്ടി. എന്നിട്ട് ഉസ്താദ് മജീദ് മുസ്ലിയാറോട് ചോദിച്ചപ്പോൾ മജീദ് മുസ്ലിയാറിനെ പറഞ്ഞില്ലേ അത് ആക്കണ്ട, കാരണം അതിന് നമ്മൾ ഉത്തരേന്ത്യക്കാർ മറ്റേ ഖാദിരിയ തരീഖത്തിന് വേണ്ടിയിട്ട് വരുമ്പോൾ കൊടുക്കുന്ന സിൽസിലയാണ്, ആ സിൽസിലാണ് നമ്മൾ ഇതിൽ കയറ്റിയത്, അതുകൊണ്ട് അത് പ്രത്യേകിച്ച് അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞത് വളരെ വ്യക്തമായ ഒരു ആൾ കൂടിയാണ് ഉസ്താദ്. അതൊക്കെ നമ്മൾ പിന്നെ അറിഞ്ഞ സ്ഥിതിക്ക് ഉസ്താദിന്റെ അടുത്ത് തന്നെ ഒന്ന് അതിനെക്കുറിച്ച് അന്വേഷിക്കാം. ഇനി ഉസ്താദ് ഇനിയും അതിന്റെ മുടിന്റെ പിന്നിൽ ഉസ്താദ് ഉറച്ചു നിൽക്കുന്നുണ്ടെന്ന് നിന്നോളൂ. അന്ന് ഉസ്താദ് അത് പറഞ്ഞാൽ മതി. എനിക്ക് ആ മുടിയിൽ വിശ്വാസമാണ്, ഞാൻ ആ കള്ള സനത് ഉണ്ടാക്കിയിട്ടില്ല എന്നൊന്ന് ഉസ്താദ് പറഞ്ഞാൽ മതി, ഞാനത് വിശ്വസിച്ചോളാം. നിങ്ങളുണ്ടോ കള്ള സനദിനൊക്കെയുള്ള പദപ്രയോഗങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തോ ഒരു സ്വഭാവത്തോടു കൂടിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. വല്ലാഹി സത്യം എനിക്ക് വല്ലാഹി സത്യം എനിക്ക് SKSF അംഗത്തോ ഒന്നുമില്ല. ഏതോ ആണെങ്കിലും ഇപ്പൊ തൽക്കാലം ഞാനിപ്പോ ഒന്നും പറയാൻ പോകുന്നില്ല. എന്നാ പറയാം, നിങ്ങൾ നിങ്ങളുടെ ആക്കിപത്ത് സൂക്ഷിച്ചോളൂ, ഞാൻ എന്റെ ആക്കിപത്ത് സൂക്ഷിച്ചോളാം. അത് ഉസ്താദ് അപ്പൊ ഞാൻ ആ മുടിയിൽ വിശ്വസിച്ചോട്ടെ ഉസ്താദ്, ഞാൻ ആ മുടിയിൽ വിശ്വസിച്ചോട്ടെ. അത് മുടിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹറെ മുബാറക് ആണെന്ന് വിശ്വസിച്ച് എന്നോട് ചോദിക്കുന്നവരോടൊക്കെ അത് റസൂലുള്ളാഹിന്റെ ഷഹറെ മുബാറക് ആണെന്ന് പറഞ്ഞോട്ടെ. അത് പറയാനും ഞാനല്ല ഉസ്താദ്. ഇത്രയൊക്കെ ഉസ്താദ് മർക്കസിലും അത്ര ഉത്തരവാദിത്തപ്പെട്ട ആടലൊക്കെ ഉള്ള ഒരു ഉസ്താദ് ഇതിൽ ഇടപെട്ട ഉസ്താദ് അതൊന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നാ എനിക്കത് മറുപടി പറയാം. എന്നെ അള്ളാഹോട് ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ പറയും എന്നോട് സാലിഹ് സഖാഫി ഉസ്താദ് പറഞ്ഞിരുന്നു അത് റസൂലുള്ളാഹിന്റെ ഷഹറെ മുബാറക് തന്നെയാണ് എന്ന് പറഞ്ഞിരുന്നു. ആ വിശ്വാസത്തിലാണ് ഞാൻ വിശ്വസിച്ചത്, ഞാൻ എന്റെ ജനങ്ങളോട് അതാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പോരെ? അത് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ എന്റെ ശിഷ്യനല്ല, എന്റെ മുരീദല്ല, നിങ്ങളെ കുറിച്ച് ഒന്നും ഞാൻ അറിയില്ല. ഉസ്താദ് എന്നെ കുറിച്ച് പൂർണ്ണമായിട്ട് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഉസ്താദിന് മെസ്സേജ് വിട്ടുതരാം. ഉസ്താദ് അന്വേഷിച്ചോളൂ, നാട്ടിലും എവിടെയാ സൗദിയിൽ വേണമെങ്കിൽ സൗദിയിലും നാട്ടിലും അന്വേഷിച്ചോളൂ, എന്നിട്ട് പറഞ്ഞു തന്നാലും മതി. എനിക്ക് നിങ്ങളെ കുറിച്ച് അന്വേഷിക്കാനും കഴിയില്ല, ഒന്നും കഴിയില്ല. കാരണം ഞാൻ എന്റെ ആക്കിപത്ത് നന്നാക്കാൻ വേണ്ടി നടക്കണം. പക്ഷെ ഉസ്താദ് അതിൽ ഉൾപ്പെട്ട ഒരാളായത് കൊണ്ട് ഉസ്താദിന് ഉത്തരവാദിത്തമുള്ള ഉസ്താദിന് അതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാന്നുള്ളത്. ഞങ്ങളുടെ സനത് ഉണ്ടാക്കാൻ ഞാൻ കൂട്ടു നിന്നിട്ടില്ല എന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞോളൂ. എന്നാൽ അത് നമ്മൾ വിശ്വസിച്ചോളാം. ഞാൻ പറഞ്ഞു ഇതൊന്നും പറയാൻ, ഞാൻ അതിനെ കുറിച്ച് പറയാൻ ആളല്ല. റസൂലുള്ളാഹിന്റെ വിശുദ്ധ കേസത്തെ കുറിച്ചുള്ള വിവാദത്തിൽ ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഇപ്പൊ ഉസ്താദ് പറഞ്ഞു റസൂലുള്ളാഹിന്റെ വിശുദ്ധ കേശം, അപ്പൊ റസൂലുള്ളാഹിന്റെ വിശുദ്ധ കേശമാണോ അത്? എന്നാൽ അത് പറഞ്ഞാൽ മതി, അത് ഞാൻ വിശ്വസിച്ചോളാം. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്റെ ഭാര്യയാണോ, ഭർത്താവാണോ, അത് സഹോദരനാണോ? ഉസ്താദ് ഒരു സാധാരണ റിയാദിലുള്ള ഒരു സാധാരണ ബിസിനസ്സുകാരനും ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമും വഹാബി മൗദൂദികളെ എതിർക്കുന്ന ഒരു സാധാരണ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പ്രവർത്തകൻ. എന്നെ കുറിച്ച് ആരോ പിന്നെ തെക്കുവയുള്ള ആളെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ എന്നെ വിശ്വസിക്കണോ? അതെ ഉസ്താദ്, ഞാൻ ഉസ്താദിനെ കുറിച്ച് അന്വേഷിച്ചു, ഉസ്താദിനെ കുറിച്ച് അറിഞ്ഞത് കൊണ്ടല്ലേ ഉസ്താദിന്റെ കാര്യങ്ങൾ ഉസ്താദ് ഒരിക്കലും ഇങ്ങനെയുള്ള വിഷയത്തിൽ പെടുന്ന ആളല്ല എന്ന് മനസ്സിലാക്കി കൊണ്ടത് കൊണ്ടല്ലേ ഉസ്താദിനെ ഞാൻ വിളിച്ചത്. ഏതായാലും നിങ്ങൾ വിളിച്ച പൈസ നഷ്ടം എന്നല്ലത് വേറെ കാര്യമായിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ. അത് ഒറ്റ കാര്യം പറഞ്ഞാൽ ഉസ്താദിന് ആ മുടിയിൽ വിശ്വാസം ഉണ്ടോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് നമ്മൾ വിശ്വസിക്കട്ടെ, അത് പറഞ്ഞാൽ മതി ഉസ്താദ്. പിന്നെ ഞാൻ ഉസ്താദിനെ വിളിക്കുന്നില്ല. എനിക്ക് വിശ്വാസമാണ്. AP ഉസ്താദിനെ വിശ്വാസമാണെന്ന് ആരും ചോദിച്ചിട്ടില്ല ഉസ്താദ്. നമ്മൾക്ക് വിശ്വാസം ഉണ്ട്, പക്ഷെ മുടിയെ വിശ്വാസം ഉണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ നെഞ്ചത്ത് കൈവക്ക്. മുടി കാണാത്ത, സനത് കാണാത്ത,
നിങ്ങൾക്ക് എത്ര ആവേശം ഉണ്ടായിരുന്നു? അത് റസൂലുള്ളാഹിന്റെ ഷാരൂഖ് മുബാറക്കിന്റെ റസൂലുള്ളാഹിനെ കാണാത്ത ആളുകള്, അത് റസൂലുള്ളാഹിന്റെ ഷാരൂഖ് മുബാറക്കിന്റെ ഉറപ്പന്നെ, ഒരു സംശയമില്ല, ഉറപ്പല്ല റസൂലുള്ളാഹിന്റെ ഷാരൂഖ് മുബാറക്കെന്ന്. സനതും കണ്ടിട്ട് മുടിയും കണ്ടിട്ട് അക്കൂട്ടറ അടിച്ചത്. എന്നാല് ആ മുടി കണ്ട മുടിന്റെ കൂടെ കിടന്ന അതിന് വേണ്ടി കള്ള സനത് ഉണ്ടാക്കിയ ആരൊക്കെ കൂടി? ഇന്നും അന്നും മർക്കസിലുണ്ടായിരുന്ന മജീദ് മുസ്ലിയാർ, മർക്കസിന്റെ ഓഫീസിൽ ഇന്നുമുള്ള മജീദ് മുസ്ലിയാറും, അതുപോലെ തന്നെ മലയമ സക്കാഫിയും, അതുപോലെ തന്നെ സ്വാലിഹ് സക്കാഫിയും കൂടി ഉണ്ടാക്കിയ ആ കള്ള സനത്, അതിനെക്കുറിച്ച് പിന്നീട് ഉത്തരേന്ത്യയിൽ നിന്ന് ആളുകൾ വന്നിട്ട് ആ സനദിനെ കുറിച്ച് ചോദിച്ചപ്പോ, ആ സനത് വേണമെന്ന് പറഞ്ഞപ്പോ, ഇനി ആ സനത് കൊടുത്താ കുടുങ്ങും. കാരണം എന്തേ? അതമ്മ മുടിക്ക് വേണ്ടിട്ട് കയറ്റിയിട്ടുണ്ട്. ഏത് മുടിക്ക് പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ ഇടക്കിടക്ക് മറ്റേ ഇത് കയറ്റിയിട്ടുണ്ടല്ലോ. ഖാദിറിയ തരീഖത്തിന്റെ സിൽസില അപ്പാടെ മുറിച്ചങ്ങട് കയറ്റിയല്ലോ. അതുകൊണ്ടല്ലേ സാക്ഷാൽ ജാലിയൻവാലക്ക് മുടി കൊടുത്ത അദ്ദേഹത്തിന്റെ ഉപ്പാപ്പയായ ബാഗ്ദാദിൽ എവിടെ പോയിട്ട് ചോദിച്ചാലും ഇന്ത്യവാല ഉസ്മാൻ ജലാലുദ്ദീൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന് മുടി കൊടുത്ത ആളുടെ പേര് എന്തുകൊണ്ട് നിങ്ങളുടെ സനദിൽ വന്നിട്ടില്ല? ചോദ്യം. പിന്നെ ജാലിയൻവാല പറയുന്നു, ഇന്നലെ നമ്മൾ വെച്ച 20 മിനിറ്റ് ക്ലിപ്പിൽ ജാലിയൻവാല പറയുന്നു, എന്റെ സദൻ ഇങ്ങനെ ആളുണ്ടല്ലോ കൂടി അദ്ദേഹത്തിന്റെ ഉണ്ട്. ഇൻഷാല്ലാ അത് ആവശ്യം വരികയാണെങ്കിൽ കട്ടുണ്ടോ? ഇൻഷാല്ലാ അത് ആവശ്യം വരികയാണെങ്കിൽ മാത്രം അതിടും. അത് ആവശ്യം വരികയാണെങ്കിൽ ഇൻഷാല്ലാ മാത്രം ഇടും. അപ്പൊ ഞാൻ